ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ 12ാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിതുവരെ പറഞ്ഞത് വളരെ മൈന്യൂട്ടായ, വളരെ സ്വകാര്യമായ ലോകമാന്യതകൾ നമ്മളിൽ ഉണ്ടാകാം. അവർ നഫ്സിൻ്റെ ചതികൾ നമ്മളിൽ സംഭവിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധി എന്താണ്? അയാളിൽ ഫിക്റത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഫിക്റൻ എന്താണ്? ചിന്ത. അപ്പോൾ ഫിക്റത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്ത് ഫിക്റത്തിന്, എങ്ങനെ ഫിക്റത്തൊക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ഫിക്റത്ത് സാധ്യമാകണിൽ എന്ത് വേണം? അയാളിൽ എന്തുണ്ടാവുക? ഉസ്ലത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഉസ്ലത്ത് എന്താണ്? ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഏകാന്തത, മാറി നിൽക്കുക, ആളുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? വിട്ടു നിൽക്കുക. അപ്പോൾ ഒരു മനുഷ്യനിൽ ഇഖ്ലാസ് ശരിക്കും നന്നായി ചതികളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അയാൾക്ക് ഏറ്റവും എളുപ്പമാവുന്ന രീതി എന്താണ്? ഫിക്റത്താണ്. ഫിക്റത്ത് സാധ്യമാകണമെങ്കിൽ ഏത് വേണം? ഉസ്ലത്ത് വേണം. അപ്പോൾ എന്താണ് ഫിക്റത്ത്, എന്താണ് ഉസ്ലത്ത്, എന്താണ് അതിന് ഉപകാരം എന്നതിനെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. അതാണ് 12ാമത്തെ ഹിക്മത്ത്. നോക്കാം, വായിച്ചു നോക്കി. മാ നഫഅൽ ഖൽബ ഷൈഉൻ മിസ്ല ഉസ്ലത്തിൻ യദ്ഖുലു ബിഹാ മൈദാന ഫിക്റത്തി. ക്ലിയർ ഇല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? മാ നഫഅൽ ഖൽബ, ഹൃദയത്തിന് ഒരു നിലക്കും ഉപകരിച്ചിട്ടില്ല, ഷൈഉൻ, ഒരു സംഗതിയും ഉപകരിച്ചിട്ടില്ല, മിസ്ല ഉസ്ലത്തിന്, ഏകാന്തത പോലെ. ഏകാന്തത കൊണ്ടുള്ള അത്ര ഉപകരിക്കുന്ന വേറൊരു സംഗതിയും ഏതിനില്ല? ഹൃദയത്തിന് ഇല്ല. എങ്ങനത്തെ ഏകാന്തതയായിരിക്കണം? യദ്ഖുലു ബിഹാ, ആ ഏകാന്തത കൊണ്ട് അയാൾ പ്രവേശിക്കുന്നുണ്ട് മൈദാന ഫിക്റത്തിൻ, ചിന്തയുടെ മൈതാനം. ചിന്തയുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്ന ഏകാന്തതയേക്കാളും ഹൃദയത്തിന് ഉപകരിക്കുന്ന ഒരു വസ്തുവും ഇല്ല എന്നർത്ഥം. കൽബിന് ഉപകരിച്ചില്ല. എന്താണ്? ഗുണം ചേരാന്നുള്ളതാണ്, അല്ലേ? ഫായിദ ചേരാന്നുള്ളതാണ്. കൽബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇൽമുകൾ സ്വീകരിക്കാനും വേണ്ടി തയ്യാറാവുന്ന ഒരു ശക്തിയാണ്. ഏത്? നമ്മളെ കൽബാണ് ഉദ്ദേശിക്കുന്നത്. ഉസ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തെ അള്ളാഹുമായിട്ട് മാത്രം എന്ത് ചെയ്യുക? തനിപ്പിച്ച് നിർത്തുന്ന അവസ്ഥക്കാണ് ഇത് പറയുക, ഉസ്ലത്ത് എന്ന് പറയാം. അതേസമയത്ത് ഖൽവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുമായി മനസ്സിനെ മാറ്റി നിർത്തുകയും അതോടുകൂടി ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? മാറി നിൽക്കുകയും ചെയ്യും. ഖൽവത്ത് പറഞ്ഞാൽ ഉസ്ലത്തും ഖൽവത്തും വ്യത്യാസമുണ്ട്. ഉസ്ലത്ത് പറഞ്ഞാൽ ഹൃദയത്തിൽ ആര് മാത്രം കയറിക്കൂടാ? അള്ളാഹു മാത്രം കയറിക്കൂടാ. ഖൽവത്താവുമ്പോൾ അയാളിൽ മനസ്സിൽ അള്ളാഹു നിൽക്കുന്നതോടുകൂടി തന്നെ അയാളുടെ ശരീരവും ആരിൽ നിന്ന് മാറി നിൽക്കുക? ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്ന ഉസ്ലത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൽവത്താണ്. എന്ന് പറഞ്ഞാൽ ആളുകളിൽ നിന്ന് എന്ത് ചെയ്യുക? പൂർണ്ണമായും വിട്ടു നിൽക്കുക. അങ്ങനെ വിട്ടു നിന്നിട്ട് ചിന്തയിൽ പ്രവേശിക്കുന്നതിനേക്കാളും ഉപകരിക്കുന്ന വേറൊരു സംഗതിയും ഉപകരിച്ചിട്ടില്ല, അത്ര ഉപകരിക്കുന്ന വേറൊരു സംഗതിയും ഇല്ല എന്നാണ് ഈ ഹിക്മത്തിന്റെ ചുരുക്കം. അതായത് അപ്പോൾ ഒരാൾക്ക് ഉസ്ലത്തുണ്ടായാൽ മാത്രം പോരാ, അയാൾക്ക് ഏത് വേണം? ഉസ്ലത്തോടു കൂടി ഏത് വേണം? ഫിക്റത്തും വേണം. അല്ല ഒരാൾ ഇങ്ങനെ എന്ത് ചെയ്യണ്? ഒഴിഞ്ഞൊരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ നിന്നിട്ട് വേറെ കുറെ ചിന്തിക്കുകയാണ്. ആ ചിന്ത കൊണ്ട് കാര്യമുണ്ടോ? ഇവിടെ ഫിക്റത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ഫിക്റത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈറുൽ ഖൽബി ഇലാ ഹദറത്തി റബ്ബി, അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് ഹൃദയത്തിനെ എന്ത് ചെയ്യുക? സഞ്ചരിപ്പിക്കലാണ് ഫിക്റത്ത് ഉദ്ദേശിക്കുന്നത്. പല രീതിയിൽ ഫിക്റത്താകാം. അപ്പോൾ ഒരാൾ, മഹാന്മാർ പറയുന്നത്, അപ്പോൾ ഒരാൾക്ക് ഉസ്ലത്തുണ്ട്, ഉസ്ലത്തോടു കൂടി അയാൾക്ക് ഏതുണ്ടാകണില്ല? ഫിക്റത്ത് ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഉസ്ലത്ത് ഉണ്ടാവുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ കുറച്ചൊക്കെ ജനങ്ങളിൽ നിന്നൊക്കെ വിട്ട്
ഒഴിഞ്ഞു നിന്നാൽ, എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം? അള്ളാഹിനെ കുറിച്ച്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാകാം, അല്ലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാകാം, അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾ മാറിയാൽ അയാളെ ഹൃദയത്തിന് ഇത്രയും അധികം ബെനിഫിറ്റ് കിട്ടണോ ഉപകരിക്കുന്ന വേറൊരു ഏർപ്പാടും ഇല്ല. ഇതൊക്കെ ആർക്കാണെന്നറിയോ? തുടക്കക്കാർക്കാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ്. അതേസമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നന്നായി മുന്നേറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, അവർ ആളുകളെ കൂടെ ആയാലും പ്രശ്നമില്ല, വീട്ടിലായാലും പ്രശ്നമില്ല, സമൂഹത്തിലായാലും പ്രശ്നമില്ല, അവരെ കൂടെ ഏതുണ്ടാവും? ഏകാന്തത അവരെ കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതാണ് മഹത്തുക്കളായ ആളുകളൊക്കെ സമൂഹത്തിൽ അവർ ഇറങ്ങി വരുന്നുണ്ട്, പൊതുപ്രവർത്തനത്തിൽ അവരുണ്ടാവുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സജീവമാകുന്ന ആളുകളെയും സൂഫിയാക്കളെയും നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് ഇൽമും ദൈവത്തൊക്കെ നടത്തിയ പ്രഗത്ഭരായ സൂഫിയാക്കളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആര്? ഇപ്പം മൊയ്തീൻ ഷേഖ് ആകട്ടെ, അല്ലെങ്കിൽ അജ്മീർ ഖാജി ആകട്ടെ, റിഫായ് ഷേഖ്, ഇവരൊക്കെ തുടക്കത്തിൽ ഏതിന്റെ ആൾക്കാരായിരുന്നു? മുസല്ലത്തിന്റെ ആളുകളായിരുന്നു. ഏകാന്തയിലേക്ക് പോയി അങ്ങനെ നമ്മൾ കേട്ടില്ലേ? കുറേ കാലം ഇവിടെ ഇല്ലായിരുന്നു, എവിടെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കെ ചില മഹാന്മാരെ കുറിച്ച്. അതെന്താണ്? തുടക്കത്തിൽ അവരൊക്കെ എന്തായിരുന്നു? എല്ലാത്തിലും വിട്ടുനിന്ന്. മൊയ്തീൻ ഷേഖിനൊക്കെ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. 25 കൊല്ലത്തോളം ആളുകൾക്ക് എന്നെ അറിയില്ല, എനിക്ക് ആളുകളെ അറിയാത്തൊരവസ്ഥയിലായിരുന്നു. അത്രയും ഒഴിഞ്ഞിരുന്ന വിഭാഗത്തിലേക്ക് പോയി മൈൻഡിന്റെ സെറ്റായി. പിന്നെ സമൂഹത്തിൽ എവിടെ പോയാലും എന്തില്ല, ഒന്നും ഇങ്ങണ്ട് ആളുകളിൽ ഒരു ദുഷ്ട സ്വഭാവം എന്ത് ചെയ്യില്ല, ഇങ്ങോട്ട് പകരൂല. എന്നാൽ നമ്മളിൽ നിന്നുള്ള എല്ലാ നന്മകളും എന്ത് ചെയ്യും? അങ്ങോട്ട് പകരും. ആ മൈൻഡിലേക്ക് അള്ളാഹുവിന്റെ അടിമ എത്തും. അതാണ് കമാലിയത്തിന്റെ അവസ്ഥ. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ എവിടെയായാലും പ്രശ്നമില്ല, സമൂഹത്തിലായാലും പ്രശ്നമില്ല, വീട്ടിലായാലും പ്രശ്നമില്ല, എവിടെയായാലും പ്രശ്നമില്ല. അതിന് സാധ്യമാകാൻ മൈൻഡിനെ സെറ്റാക്കാനുള്ള ആദ്യ പടിയാണ് എന്ത് ചെയ്യുക? ഒരാൾ എന്ത് ചെയ്യുക? ഇരുന്ന് മെനക്കെട്ട് എന്ത് ചെയ്യുക? അയാൾ കുറെ ഇബാദത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ നിന്ന് അള്ളാഹുവിനെയൊക്കെ ചിന്തിച്ച് മൈൻഡിനെ എന്ത് ചെയ്യുക? ശക്തിപ്പെടുത്തുക. അപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാള് അയാളുടെ ഹൃദയത്തിന് ഏറ്റവും ഉപകരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഏത്? കുറച്ചൊക്കെ എന്ത് ചെയ്യുക? ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് എന്ത് ചെയ്യുക? ചിന്തിക്കുക, തൗബ ചെയ്യുക, അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? അള്ളാഹു തആലയോട് എന്ത് ചെയ്യുക? അവന്റെ കാര്യങ്ങൾ പറയുക, എന്നിട്ട് അവന്റെ മൈൻഡ് ക്ലിയർ ആക്കുക. ഈ അവസ്ഥ അത് ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉസ്ലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉസ്ലത്ത് മാത്രം പോരാ, ഉസ്ലത്തിന്റെ കൂടെ ഏതും വേണം? ഫിക്രത്തും വേണം. മഹാന്മാർ ഇതിനെ കമ്പയർ ചെയ്യുന്നത് നോക്കൂ, മഹാന്മാർ ഇതിനെ താരതമ്യം ചെയ്യുന്നത് മരുന്നിനോടും പഥ്യത്തിനോടുമാണ്. ഒരാൾ മരുന്ന് കഴിക്കുന്നുണ്ട്, പഥ്യമില്ല, അതുകൊണ്ട് എന്തുകൊണ്ട് കാര്യമുണ്ടോ? അങ്ങനെ കുറെ ആൾക്കാരില്ലേ, ഗുളിക കുറവ് കുടിക്കും, പഥ്യം എന്തില്ല, ഒരു പഥ്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. എന്നാൽ ഒരാൾ പഥ്യത്തിൽ നിൽക്കുന്നുണ്ട്, എന്നാൽ അയാൾ പഥ്യം മാത്രമുള്ളൂ, അതിന് വേണ്ട മരുന്ന് കുടിക്കില്ല, അതും അത്ര ഫായദ ഉണ്ടാവില്ല. അപ്പോ ഉസ്ലത്ത് എന്ന് പറയുന്നത് എന്താണ്? പഥ്യമാണ്. ഫിക്രത്ത് എന്ന് പറയുന്നത് ഏതാണ്? മരുന്നായിട്ടാണ് മഹാന്മാർ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി കൂടിയാൽ ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് എന്ത് ചെയ്യും? അയാളുടെ ഹൃദയം എല്ലാ മ്ലേച്ഛതയിൽ നിന്നും സുരക്ഷിതമാകും, അയാൾ സലാമത്താവും. ഈ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അല്ലാഹു തആല അയാളെ പറ്റി പറയുന്നത് അൽ ഖൽബുൽ സലീം. വിശുദ്ധ ഖുർആനിൽ പറയണം, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനുൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സഹീഹായ ഹൃദയം എന്ന് പറയും. എല്ലാം സ്വീകരിക്കാനായ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അയാളെ മൈൻഡ് മാറി വരും. ഇതാണ് സഹിയായ ഹൃദയം എന്ന് പറയുന്നത്. അതിൽ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? അപ്പോ ഒരാൾ ഇങ്ങനെ ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഒരാൾ ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കുറച്ചൊക്കെ മാറി നിന്ന് അള്ളാഹു തആലയിലേക്ക് കുറച്ചൊക്കെ ചിന്തിച്ച് നിന്നാൽ അയാൾക്കുള്ള ബെനിഫിറ്റ് എന്താണ്? മഹാന്മാർ പറയുന്നത് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അള്ളാഹുവിനുള്ള ഒരുപാട് ഔദാര്യങ്ങൾ ഒഴുകി വരും എന്നുള്ളത് തന്നെയാണ്. നമ്മളങ്ങനെ പരിചയിക്കാത്തോണ്ടായിരിക്കാം. അങ്ങനെ ഒരാൾ മെനക്കെട്ടിരുന്നാൽ അയാൾക്ക് അറിയാത്ത കുറെ ഇലാഹിയ ഇഷ്ടങ്ങളും ധൈര്യങ്ങളും സമാധാനങ്ങളും ഒരുപാട് അറിവുകളൊക്കെ അയാൾക്ക് എന്ത് ചെയ്യും? മെനക്കെട്ട് കിട്ടുമെന്ന് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഫലമ്മ ഇഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി വഹബ്നാ ലഹു. സൂറത്ത് മറിയമിൽ കാണാം, അവരെ എല്ലാത്തിൽ നിന്നും മാറി നിന്നപ്പോൾ, വെടിഞ്ഞു നിന്നപ്പോൾ, അള്ളാഹു കൂടാതെ ആരാധിക്കലിൽ നിന്നും മറ്റുള്ളതിൽ നിന്നും ഒക്കെ അവർ മാറി നിന്നപ്പോൾ, ഇഅ്തിസല, ഉസ്ലത്ത്, അതൊക്കെ സമാന പദങ്ങളാണ്. മാറി നിന്നപ്പോൾ, വിട്ടുനിന്നപ്പോ വഹബ്നാ ലഹു, അവർക്ക് നാം എന്ത് ചെയ്തു? കുറെ ഔദാര്യമായിട്ട് പലതും നൽകി എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു എന്നുള്ള ഔദാര്യം നമ്മളിലേക്ക് ഒഴുകാൻ നല്ല കാരണമാണ് ഏത്? ഒഴിഞ്ഞിരിക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള എന്ത് ചെയ്യുക? ചിന്തകളും
പിന്നെ ഫിക്രത്തും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. മാന ജുനൈദുൽ വഅദാദി റളിയല്ലാഹു അൻഹു മാനർ പറഞ്ഞു കാണാം, അഷ്റഫുൽ മജാലിസി, നോക്കൂ, മജ്ലിസിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മജ്ലിസ് അൽ ജുലൂസു മഅൽ ഫിക്രത്തി ഫി മൈദാനി തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഫിക്രത്തോടു കൂടിയുള്ള ഒരു മനുഷ്യന്റെ ഇരുത്തമാണെന്നാണ്. അതാണ് ഏറ്റവും വലിയ മജ്ലിസ് എന്നാണ് മഹാനൊക്കെ പറയുന്നത്. നമ്മൾ അഷ്റഫ് മജ്ലിസ് ഇൽമ എന്ന് പറയും, ഫിക്ർ എന്ന് പറയും. എന്നാൽ മഹത്തുക്കളായ ആളുകൾക്ക് ഇതിലൊരു കാഴ്ചപ്പാടുണ്ട്. എല്ലാത്തിൻ്റെ ഗുണം എന്താണ്? അള്ളാഹുമായിട്ടുള്ള അവൻ്റെ മാനസികമായ ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല മജ്ലിസ് മഹാനവർക്ക് പറഞ്ഞത് എന്താണ്? അള്ളാഹുമായിട്ട് അവൻ്റെ ഹൃദയബന്ധം ശക്തിപ്പെടുത്തുന്ന ചിന്തയുടെ ഒരു മജ്ലിസ് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അഷ്റഫുൽ മജ്ലിസ് എന്ന് മഹാനു പറഞ്ഞ് കാണാം. മഹാന അബുൽ ഹസൻ ഷാദിർ എന്ന് പറയണം, സിമാറുൽ ഉസ്ലത്തി, ഉസ്ലത്തിൻ്റെ ഫലങ്ങൾ, ഒരാൾ ഏകാന്തതയിലേക്ക് പോയാൽ അയാൾക്ക് കിട്ടുന്ന ഫലങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള കുറേ ഔദാര്യങ്ങളാണ്. അള്ളാഹുവിൽ നിന്നുള്ള കുറേ ഓശാരങ്ങൾ എന്ന് പറയും പഴയ ഭാഷയിൽ, അല്ലേ? അത് അയാൾക്ക് ഒഴുകി വരും. അതിനെ പറ്റി പറയുന്നത് മഹാൻ പറയുന്നത് 4 ഒരാൾ അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ 4 കിട്ടുന്നു. ഒന്ന് കശ്ഫുൽ അത്തായി, അയാളെ ഹൃദയത്തിൻ്റെ മൂടികൾ അള്ളാഹു തആല എന്ത് ചെയ്യും? അയാൾക്ക് തുറന്നു കൊടുക്കും. തനസ്സുലു റഹ്മത്തി, അള്ളാഹുവിന്റെ കാരുണ്യം അയാൾക്ക് എന്തായാലും ഇറങ്ങും. തഹഖഖുൽ മുഹബ്ബത്തി, അള്ളാഹുമായിട്ടുള്ള അയാളെ ബന്ധം എന്ത് ചെയ്യും? ശരിയായ ആത്മാർത്ഥ രീതിയിൽ ആകും. വലിസാനി സിദ്ദിഖ്, നല്ലൊരു സത്യസന്ധമായ നാവ് അയാളുടെ മേലുണ്ടാവും. എന്നിട്ട് പരിശുദ്ധ ഖുർആന്റെ ആത്മാനറുകൾ തെളിവായി പറയണം. അവർ വെടിഞ്ഞു നിന്നപ്പോൾ അവർക്ക് ഞാൻ ഔദാര്യമായി നൽകി എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇതിന് തെളിവായിട്ട് മാന അബുൽ ഹസൻ ഷാദിലി പറഞ്ഞേ കാണാൻ കഴിയും. മാത്തുക്കളായ ആളുകൾ ഇനി ഒന്നുമില്ലെങ്കിൽ ഒരാൾ ഒഴിഞ്ഞു നിന്നാൽ, അയാളുടെ ശരീരം ജനങ്ങളിൽ നിന്ന് വിട്ടു നിന്നാൽ, ഞാൻ പറഞ്ഞു ഇതൊക്കെ തുടക്കക്കാർക്കാണ്. അത് വെച്ച് അള്ളാഹുവിലേക്ക് അടുത്ത് ആളുകൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മൈൻഡ് സെറ്റായാൽ നമുക്ക് എന്തില്ല, പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ നിന്നിട്ടും നമ്മളെ ഉസ്ലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മാന്മാർ പറയുന്നത് അന്നഫിൽ ഖൽവത്തി അശ്റത്തു ഫവായിദുൻ എന്നാണ്. ഖൽവത്തിൽ 10 ഗുണങ്ങളുണ്ട് എന്നാണ്. 10 ഗുണങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഒന്ന് പറയുന്നത് അസ്സലാമത്തു മിൻ ആഫാത്തിൽ ലിസാനി, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യൂല, ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ പറ്റും. അതൊരു ഗുണമാണ്. റഹിമല്ലാഹു അബ്ദൻ ശക്കത്ത ഫസലിമ ഔ തകല്ലമ ഫഅനിമ, അല്ലാഹു റസൂൽ പറയാണ്, അള്ളാഹു ഗുണം ചെയ്യട്ടെ ഒരടിമക്ക്, അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? മിണ്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ സമ്പാദിക്കുക, മിണ്ടാതിരിക്കുമ്പോൾ സുരക്ഷിതനായ ഇങ്ങനത്തെ ഒരു അടിമക്ക് അള്ളാഹു ഗുണം ചെയ്യട്ടെ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതായത് സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? മിണ്ടാതിരുന്നാൽ എന്താണ്? അയാൾ രക്ഷപ്പെടും. സംസാരിച്ചാൽ സമ്പാദിക്കും. ഇങ്ങനെയാണ് ഒരു അടിമയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ സംസാരിച്ചാൽ നാശിക്കുന്ന കുറെ ആളുകളുണ്ട്. അതിൽ നിന്ന് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഗുണം മഹാന്മാർ പറയും ഇഫ്ദുൽ ബസറി വസ്സലാമത്തി ബിൻ ആഫാത്തിൻ നദരി, അപകടകരമായ നോട്ടത്തിൽ നിന്ന് കണ്ണിനെ എന്ത് ചെയ്യാൻ പറ്റും? സംരക്ഷിക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ കാലത്തൊക്കെ ഉസ്ലത്ത് ഒഴിഞ്ഞിരുന്ന് നമുക്ക് കുറച്ച് സമയമൊക്കെ ഒഴിഞ്ഞിരുന്ന് പടച്ചവനോട് അള്ളാഹുവേ എന്നൊക്കെ പറഞ്ഞിട്ട് തൗബ ചെയ്ത് അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് നമ്മളിങ്ങനെ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് ഗുണം കിട്ടും. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാ ഉസ്ലത്തിനെയും കളയുന്ന സംവിധാനമാണ് നമ്മളെ മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും. അത് കയ്യിലുണ്ടായിട്ട് ഇനി ഏത് ഉസ്ലത്തേക്ക് പോയിട്ടൊന്നുമില്ല, കാര്യമില്ല. കുറച്ചു നേരം ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഇടങ്ങാറാക്കുന്ന സാധനം ഒന്നാണ്. നമ്മൾ കുറച്ച് ഇരുന്ന് ഓതാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ഖുർആൻ ഓതാൻ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒഴിഞ്ഞ് പഠിച്ചോളം തോന്നും. അപ്പോൾ ആരെയും ബെല്ലടിക്കും, പിന്നെ നോക്കും, മെസ്സേജ് നോക്കും, പിന്നെ ഉസ്ലത്തൊക്കെ പോയിട്ടുണ്ടാവും. നമ്മളെ തടി ഇവിടെ ഉണ്ടാവുള്ളൂ, റൂഹ് പോകാൻ നാട് കറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഹിഫ്ദുൽ ബസർ, അത് കണ്ണിനെ അപകടങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്ത നോട്ടങ്ങളിൽ നിന്ന് രക്ഷിപ്പിക്കാൻ കഴിയുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, വലാ തമുത്തന്ന അയ്നൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജ മിൻഹും സറത്തുൽ ഹയാത്തുദ് ദുനിയ ലിനഫ്തിനഹും ഫീ, ചില ആളുകൾക്ക് കൊടുത്ത ഭൗതികമായ സൗകര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കണ്ട എന്നാണ് ഖുർആൻ പറയുന്നത്. അത് അവർക്ക് പരീക്ഷിക്കാൻ വേണ്ടി നാം കൊടുത്തതാണ്. നമ്മൾ അതും നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തുറപ്പിച്ച് നോക്കിയാണ്ട് നമുക്കില്ലല്ലോ എന്നെന്ത് ചെയ്യണ്ട, നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക്
നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന പല സംഗതികൾ അധിക നോട്ടങ്ങളിലും ചിലപ്പോൾ നമുക്ക് എന്താ ഉണ്ടാകാൻ ചാൻസ്, നിരാശ ഉണ്ടാകാൻ ചാൻസ്. ഇനി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പഠിച്ചാലും അധികവും നമുക്ക് എന്താണ് സന്തോഷമില്ലാത്ത പലതും ഒരുപാട് ഉണ്ടാകാൻ ചാൻസ്. പലതിലേക്ക് നമ്മൾ നോക്കും, അതൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത നിരാശകളിലേക്ക് മനുഷ്യൻ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് മഹാന്മാർ പറയുന്നത്, മൻ കസറത്ത് ലഹ്ലാത്തു ദാമത്ത് ഹസറാത്തു എന്നാ. ഹിക്മത്തുള്ള മാത്തുക്കളായ പണ്ഡിതന്മാരൊരു പ്രയോഗം ഉണ്ടെന്നാണ്. എന്ത്? ഒരാൾ ഇങ്ങനെ വെറുതെ ഓരോന്ന് നോക്കിയാൽ അയാൾക്ക് വെറുതെ ദുഃഖം ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ തന്നെ ആലോചിച്ചു, ഇപ്പൊ ഇന്നത്തെ നോട്ടം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് നല്ല സമാധാനത്തിൽ രാത്രി ശാന്തമായി സ്കരിച്ച് എല്ലാം കിടന്ന് റാഹത്തോടെ ഉറങ്ങാതിരിക്കുക. അപ്പൊ നമ്മൾ വെറുതെ ഒരു ഫേസ്ബുക്കോ മീഡിയ എടുത്തെടുത്ത് നോക്കി ഒരു മണിക്കൂറാണ് പോയി, പിന്നെ ആശയം നമ്മൾ കിടക്കൽ എന്ത് ചെയ്യിക്കാനോ വേണ്ടില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താണ് ഈ ആവശ്യമില്ലാത്ത നോട്ടത്തിലൂടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ദുഃഖങ്ങൾ വരിക എന്നുള്ള ഒരു തത്വമായിട്ട് മാത്തുക്കള ആളുകളെ നിത്യപ്രയോഗത്തിലുള്ളതാണ്. ഇന്നൽ ഐന സബബുൽ ഹീനി എന്നാണ്. ഒരു മനുഷ്യനെ ഹലാക്കാകാനുള്ള ഒരു കാരണമാണ് ഏത്? അയാളുടെ നോട്ടം എന്ന് കാണാം. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രയാസം അതാണ്. അതുകൊണ്ട് ചില ഈ മഹത്തുക്കളെ ആളുകളൊന്നും വേറൊരു ആവശ്യത്തിലേക്കോ മറ്റുള്ളതിലേക്കോ ഒന്നും അവർ നോക്കൂല. അവരവരെ റൂട്ടിൽ ഇങ്ങനെ പോവുക, തിരിച്ചു വരിക എന്നുള്ളതല്ലാതെ. മൂന്നാമത് ഹൃദയത്തിന് ഹിഫ്ദുൽ ഖൽബി വസൗനി അനി റിയാഹി വൽ മുദാഹിനത്തി. ഹൃദയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷിക്കാൻ പറ്റും. രോഗമാനിയത്തോട് സൂക്ഷിക്കാൻ പറ്റും. കാരണം നമ്മൾ ഒറ്റക്കുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണില്ല, നമ്മൾ പ്രവർത്തിക്കണതോ ചെയ്യണതോ വേറെ ആരും ഇവിടെ നമ്മൾ രാത്രി ഇരുന്നതോ ആയിരിക്കണതോ മറ്റും ആരും ഇവിടെ കാണാനില്ല. അതുകൊണ്ട് നമുക്ക് എന്തില്ല, ഒരാൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആക്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. പൊതുവെ മനുഷ്യൻ്റെ സ്വഭാവം ഉണ്ട് എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരാളുകൾക്കിടയിൽ ഇറങ്ങിയാൽ സംസാരത്തിലൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത ഭംഗികളും ആവശ്യമില്ലാത്ത പിന്നെ എന്താ പറയുക സോപ്പിടലൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ആർക്കനുസരിച്ച് നമ്മളെ മുമ്പിൽ എങ്ങനെ നിൽക്കണോ അയാൾക്കനുസരിച്ച് പറയാന്നുള്ള ഒരു സ്വഭാവം ആർക്കുണ്ട്? പൊതുവെ ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ഷോപ്പിംഗാണ്. ഞാൻ വിചാരിച്ച് നമ്മൾ ഉള്ളിൽ ആളെ പറ്റിയ ഒരു എന്തുണ്ടാവില്ല അഭിപ്രായമാണ്. എന്നാൽ അഭിപ്രായം തുറന്ന് പറഞ്ഞ ആളെ നന്നാക്കോ? അതുമില്ല. അയാൾക്കനുസരിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത ഷോപ്പിംഗ്, അല്ല മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആക്ടിങ്, ഇതൊക്കെ ഒഴിവാക്കാൻ കാരണമാവും എന്നാണ് മാത്തുക്കള ആളുകൾ ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. നാലാമത്തെ ഗുണം സുഹൃദ് ഉണ്ടാവുന്നതാണ്. ഉള്ളത് കൊണ്ട് മതിയാവും. നമ്മളെ ഏർപ്പാട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു താലയിലേക്ക് ഒഴിഞ്ഞിരുന്ന ഈ ഭാഗത്തും കാര്യമാകുമ്പോൾ നമ്മളെ അജണ്ട എന്തായിരിക്കും? നമുക്ക് വേഗം കഴിയുക, റിലാക്സ് ആവുക, വേഗം എന്ത് ചെയ്യുക, ഭാഗത്തിലേക്ക് പോകാന്നുള്ള. അപ്പം അതിൻ്റെ അപ്പുറത്തുള്ള വേറെ ചിന്തവും കാര്യമൊക്കെ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഭൗതികതയുള്ള താല്പര്യം നമ്മൾ ഓട്ടോമാറ്റിക് കുറയും എന്നാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം ഭൗതികതയുള്ള താല്പര്യം കുറക്കുക എന്നുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകുല്ലാഹ്. നീ ദുനിയാവിലുള്ള താല്പര്യം കുറക്കുക, അള്ളാഹ്ക്ക് നിന്നെ ഇഷ്ടം ഉണ്ടാവുന്നതാണ്. ഇസ്ഹദ് ഫീമാ ഐദിയൻ നാസി. ജനങ്ങളെ കയ്യിലുള്ളതിനോട് താല്പര്യം നീ കുറക്കുക. യുഹിബ്ബുക്കൻ നാസു. ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അപ്പൊ ഒരു സംഗതി നേടിയെടുക്കാൻ തന്നെയുള്ള ഹിക്മത്ത് എന്താണ്? ആ വിഷയത്തെ എന്ത് ചെയ്യാ? ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒഴിവാക്കിയാലാണ് ആ സാധനം നമ്മളെ കൂടെ വരിക. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിൽ സുഹൃത്ത് ഉണ്ടാകാൻ. അപ്പോൾ ഒരാൾക്ക് അയാളെ ഏർപ്പാടും ജോലിയും കഴിഞ്ഞാൽ അയാളെ അജണ്ട എന്താണ്? ഒഴിഞ്ഞിരിക്കുക, അള്ളാഹു താലാക്ക് ഈ ഭാഗത്തെടുക്കുക, അവനെ കുറിച്ച് ചിന്തിക്കുക, അവനോടൊക്കെ ദ്വാരക്കുക. അങ്ങനത്തെ ഒരു മൈൻഡ് ഒരാൾക്കുണ്ടായാൽ അയാൾക്ക് അയാളെ പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ് വേഗം എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒന്നും അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. വേഗം ഉള്ളത് സംതൃപ്തിയായിട്ട് മര്യാദയ്ക്ക് ഈ ഭാഗത്തെടുത്ത് കഴിയാനുള്ള ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ കാണാം, ലാ തുജാലിസുൽ മൗത്ത. മരിച്ചോരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത് എന്നാണ്. മനസ്സിലായില്ലേ? ആര് പറഞ്ഞേ? ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്. അപ്പോൾ മരിച്ചോടത്ത് പോകരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫത്തമൂത്ത് ഖുലൂബുഹും, നിങ്ങളെ ഹൃദയവും മരിക്കും. അപ്പോൾ മാനോട് ചോദിച്ചു, ആരാണ് മരിച്ചുവെന്ന് ചോദിച്ചപ്പോൾ അൽ മുഹിബ്ബൂന ഫി ദുനിയ. ദുന്യാവിൽ താല്പര്യം കാണിച്ച് അതിൻ്റെ പ്രൗഢിയും അന്തസ്സും രസം പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലേക്ക് വലിച്ചിരുന്ന ആളുകളാണ് മരണപ്പെട്ടവർ. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പം നാലാമത്തേത് സുഹൃദ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് മഹത്തുക്കളെ ആളുകൾ പറയുന്നത്. അഞ്ചാമത്തെ അസ്സലാമത്ത് മിൻ സുഹബത്തിൽ അഷ്റാറി. മോശമായ കൂട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുക്തി നേടാൻ കഴിയും. നമ്മളെവിടെയും പോയിരുന്നാൽ അപ്പുറത്ത് പോയി നമ്മളെ ശരീരം ഇങ്ങനെ രസങ്ങൾ തേടി പോകുമ്പോൾ നമുക്കുള്ള ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ മോശത്തിലേക്ക് പോകാൻ എന്തുണ്ട്? ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹത്തുക്കളാൾ പറയുന്നത് ഇതാ അറാദല്ലോ എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടിന് കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ
മഹാനായ ജുനൈദുൽ ബാഗ്ദാദിയൊക്കെ പറയുന്നത് കാണാം, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ, അല്ലാഹു തആല ഒരടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ഔഖഹു ഇല സൂഫിയത്തി വമനഉ സുഹബത്തുൽ ഖുറാഇ, അള്ളാഹുമായിട്ട് കൽബ് സ്ഫുടം ചെയ്ത ആളുകളിലേക്ക് അവനെ എന്ത് ചെയ്യും? അവനെ എത്തിക്കും. ഈ ബാഹ്യമായ കുറെ ആളുകളുണ്ട്, ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇൽമുള്ളവരേക്കാരം, അത്തരം ആളുകളിൽ നിന്ന് പോലും എന്ത് ചെയ്യും? അവരെ അല്ലാഹു തആല തടയും എന്നുള്ളതാണ്. അപ്പം നല്ല ആത്മീയ സ്ഫുടതയുള്ള ആളുകളിലേക്ക്, അങ്ങനത്തെ ബന്ധമുള്ള ആളുകളുമായിട്ട് അല്ലാഹു തആല എന്ത് ചെയ്യും? അയാളെ കണക്ട് ചെയ്യുന്നതാണ്. വല്ലാഹി മാ അഫ്ലഹ, ഒരിക്കൽ മഹാനവർ പറയണം, വല്ലാഹി മാ അഫ്ലഹ മൻ അഫ്ലഹ ഇല്ലാ ബിസുഹബത്തി മൻ അഫ്ലഹ. വല്ലാഹി മാ അഫ്ലഹ, അല്ലാഹുവാണ് സത്യം, ഒരിക്കലും ഒരാൾ വിജയിക്കുകയില്ല. വല്ലാഹി മാ അഫ്ലഹ മൻ അഫ്ലഹ, തീർച്ചയായിട്ടും വിജയിച്ചവൻ വിജയിച്ചിട്ടേ ഇല്ല, ഇല്ലാ ബിസുഹബത്തി മൻ അഫ്ലഹ, വിജയിച്ചതിനോടുള്ള സഹവാസം കൊണ്ട് അല്ലാതെ. അപ്പൊ ആരൊക്കെ എവിടൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ വിജയിക്കാനുള്ള കാരണം എന്താ? വിജയിച്ച ആളുകളുമായിട്ടുള്ള അവരെന്താണ്? അവരെ ബന്ധമാണ്. അപ്പോൾ മോശമായ കൂട്ടിൽ നിന്ന് അയാൾക്ക് മുക്തി കിട്ടാം. ആറാമത്തെ പറയുന്നത് ഇബാദത്തിലേക്ക് ഒരു ഉന്മേഷവും റാഹത്തും കിട്ടുന്നതാണ്. നമ്മൾ ഒഴിഞ്ഞിരുന്നാൽ വേറെ പണിയൊന്നുമില്ലെങ്കിൽ നമ്മൾ ഏകാന്തയിലേക്ക് പോയി നമുക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇബാദത്ത് എടുക്കാനുള്ള ഇത് കിട്ടും, മാനസികമായ ഉന്മേഷം കിട്ടും. അതാണ് മഹാന്മാർ പറയുന്ന മറ്റൊരു സംഗതി, നമുക്ക് അറിയാത്ത ശക്തി കിട്ടുന്നതാണ്. ഏഴാമത്തെ പറയുന്നത് ഇബാദത്തിന് ആനന്ദം കിട്ടുന്നതാണ്, രസം കിട്ടും. നമ്മൾ വേറെ ഒന്നും ചെയ്യണമല്ലോ, ഇബാദത്തിനായിട്ട് ഇരിക്കല്ലേ, മെനക്കെട്ട് അള്ളാഹു തആലയ്ക്ക് സമീപിക്കാൻ വേണ്ടി ഇരിക്കുള്ളൂ. അപ്പോൾ ചെയ്യുന്നതിൽ എന്തുണ്ടും ഒരു ആത്മീയമായ രസം അള്ളാഹു തആല നമുക്ക് അറിയാതെ ഇട്ടുതരും എന്നുള്ളതാണ്. മഹാന അബൂ ത്വാലിഖ് മക്കി പറയുന്നത് കാണാം, വലാ യകൂനുൽ മുരീദു സ്വാദിഖൻ, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോക്കണം, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സത്യസന്ധനായി കാലെടുത്ത് വെച്ചവനാണ് എന്ന് തെളിയിക്കപ്പെടുന്നതിൻ്റെ ഒരു അടയാളമാണ് അയാൾ ഒഴിഞ്ഞിരുന്നാൽ അയാൾക്ക് ഇബാദത്തിൽ ഒരു ആനന്ദം കിട്ടുന്നുണ്ട് എങ്കിൽ. അതാണ് മഹാന അബൂ ത്വാലിഖ് പറയുന്നത്, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കാലെടുത്ത് വെച്ചതിൻ്റെ അടയാളമാണ് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് അയാൾക്ക് എന്തുണ്ട്? ഇബാദത്ത് എടുക്കുമ്പോഴൊക്കെ ഒരു ഉന്മേഷവും റാഹത്തും. ചിലപ്പോൾ അവിടെ നിന്ന് പോന്നാൽ നമുക്ക് എന്ത് ചെയ്യും? പിന്നെ അങ്ങോട്ട് രണ്ടാമത് റിട്ടേൺ ആകാനുള്ള ചിലപ്പോൾ മൈൻഡ് ഉണ്ടാവുന്നില്ല. പക്ഷെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചെല്ലലും പറച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര റാഹത്ത്, നമ്മളറിയാത്തൊരു ആനന്ദം ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കാലെടുത്ത് വെച്ചതിൻ്റെ എന്താണ്? ഒരു അടയാളമായിട്ടാണ് മഹത്തുക്കളായ ആളുകൾ പറയുന്നത്. അപ്പോൾ ഏകാന്തയിൽ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ആത്മീയ ആനന്ദം കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് എന്തില്ല, അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിനും മൂടില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ എന്തില്ല, ആ മാർഗത്തിലേക്ക് നമ്മൾ കടന്നിട്ട് ഇല്ല എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഒഴിഞ്ഞിരുന്ന് കുറച്ചെങ്ങനെ ചൊല്ലി പറഞ്ഞാൽ എന്താണ് മനസ്സിൽ ഭയങ്കര ഇത് കിട്ടും, ആത്മീയമായ റാഹത്ത് കിട്ടും. പിന്നെ എല്ലാ സമയത്തും കിട്ടാത്ത എന്താ? നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങണതുകൊണ്ടാണ്. അപ്പോൾ ആ റാഹത്ത് കിട്ടണമെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എട്ടാമത്തത് ശരീരത്തിനും ഹൃദയത്തിനും ഒരു ആശ്വാസം കിട്ടുമെന്നാണ്. കാരണം വേറെ ക്ഷീണവും കാര്യമൊന്നുമില്ലല്ലോ, ഒഴിഞ്ഞ് ഇബാദത്ത് എടുക്കല്ലേ. ഒമ്പതാമത്തത് അയാളുടെ ദീനിനെയും അയാളുടെ ശരീരത്തെയും അയാളുടെ അഭിമാനത്തെയും മറ്റുള്ള ആവശ്യങ്ങളിൽ നിന്ന് അയാൾക്ക് കാക്കാൻ പറ്റും എന്നും കാണാൻ കഴിയും. പത്താമത്തെ ഗുണമാണ് മഹാന്മാർ പറയുന്നത്, പത്താമത്തെ ഗുണമാണ് നമ്മളെ വിഷയത്തിലെ അജണ്ട. അതായത് എന്തുണ്ട്? അയാൾക്ക് അള്ളാഹുമായിട്ടുള്ള ഫിക്റത്ത് കിട്ടും, ഏകാന്തത, ചിന്തകൾ ഉണ്ടായി കിട്ടും. ഇത് ചിന്തകൾ ഉണ്ടാവണം എന്ത് ചെയ്യണം? കുറച്ചൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിങ്ങനെ ഇരിക്കണം. അതാണ് മഹാന്മാർ പറയുന്നത്. തഫക്കറു സഅത്തിൻ ഖൈറുൻ മിൻ ഇബാദത്തിൻ 70 സനത്തൻ, 70 വർഷം ഇബാദത്തിനേക്കാൾ ഗുണം കുറഞ്ഞ സമയം അള്ളാഹിന്റെ മാർഗത്തിൽ മെനക്കെട്ട് ചിന്തിച്ച് ഇരിക്കുന്നതിനുണ്ട് എന്ന് ഹദീസിൽ കാണാം. അത് ആത്മാർത്ഥമായി ചിന്തിച്ചിരിക്കുമ്പോഴാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാം പറയണം, തുബാ ലിമൻ കലാമുഹു ദിക്റ, ഒരു മനുഷ്യന്റെ സംസാരമൊക്കെ ദിക്റായാൽ അയാൾ ഭയങ്കര സന്തോഷവാനാണ്, അയാൾക്കാണ് എല്ലാ സന്തോഷവും. സുമുത്തുഹു ഫിക്റ, അയാൾ നിശബ്ദത ഫിക്റുമായാൽ അയാൾക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ കാണാം. ആ അവസ്ഥയിലേക്ക് അള്ളാഹിന്റെ അടിമ എത്തപ്പെടാന്നുള്ളതാണ് ഇതുകൊണ്ട് സഹായിക്കുന്നത്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയാൻ കാണാം, മൻ അറാദ ശറഫൽ ആഖിറതി വൽയുകസ്സിർ മിനത് തഫക്കുറി, ആഖിറത്തിൽ ശ്രേഷ്ഠത കൂടാൻ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ അള്ളാഹുവിനെ കുറിച്ചുള്ള തഫക്കുർ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ നമുക്കൊക്കെ എന്തുണ്ടാകണം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയങ്ങൾ, രാവിലെ സുബ്ഹിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഇശാമലിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പണി കഴിഞ്ഞ സമയമോ ഒഴിഞ്ഞിരിക്കുന്ന സമയം, പിന്നെ അതിങ്ങനെ കൂട്ടി കൊടുന്ന് പിന്നെ എല്ലാ സമയത്തും
അള്ളാഹു എന്ന അവസ്ഥ മനസ്സിൽ നിന്ന് പോകാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്താൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് എന്തുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. അതിന് ഏറ്റവും സഹായിക്കുന്ന സംഗതിയാണ് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ കുറച്ച് ഏകാന്തയിലേക്ക് പോവുക. അബൂ ദർദാ റളിയല്ലാഹു അൻഹു സഹാബികൾ പ്രമുഖനായ തത്വജ്ഞാനിയാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു കാണാം, അദ്ദേഹത്തെ കുറിച്ച് പറയണം, വകാന അഫ്ളലു ഇബാദത്തി അബൂ ദർദാ അത്തഫക്കുർ എന്നാണ്. അബൂ ദർദാ റളിയല്ലാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് തഫക്കുറായിരുന്നു എന്നാണ്. അള്ളാഹിനെ കുറിച്ച് എന്ത് ചെയ്യണം, ചിന്തിക്കുന്ന ഒരു ഇബാദത്തായിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇത്രയും ഒരുപാട് ഗുണങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അറിയാതെ കിട്ടുന്ന ഗുണങ്ങളാണ്. ഈ 10 ഗുണങ്ങൾ മാത്രമുള്ള ആളുകൾ അയാൾക്ക് അറിയാതെ അയാളിലേക്ക് അയാൾ മാറി നിന്ന് ഇബാദത്തിലേക്ക് മെനക്കെട്ടുകൊണ്ട് മാത്രം അയാൾക്ക് കിട്ടുന്ന 10 ബെനിഫിറ്റുകളായിട്ട് മഹാന്മാർ പറഞ്ഞ് കാണാം. അപ്പോൾ ഒരാൾ പൂർണ്ണമായ റിയായിൽ നിന്നും രോഗമാനിൽ നിന്നും നഫ്സിന്റെ ചതികളിൽ നിന്നും ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം, അയാൾക്ക് തഫക്കുർ ഉണ്ടാകണം. തഫക്കുർ ഉണ്ടാകണേ അയാൾക്ക് ഏത് വേണം, തഫക്കുർ സഹായിക്കണേ അയാൾക്ക് ഏത് വേണം, ഉസ്ലത്ത് ഉണ്ടാകണം. അതുണ്ടാവുമ്പോൾ നമ്മളെ ഖൽബ് എന്ത് ചെയ്യും, അങ്ങേയറ്റം പ്രോഗ്രസ് ആവുകയും അള്ളാഹിന്റെ മാർഗത്തിൽ സജീവമായി നിർത്താൻ നമുക്ക് കഴിയുകയും ചെയ്യും. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. അതാണ് പറഞ്ഞത്, മാ നഫഅൽ ഖൽബ, ഹൃദയത്തിന് ഒരിക്കലും ഉപകരിച്ചിട്ടില്ല, ഒരു സംഗതി ഹൃദയത്തിന് ഉപകരിച്ചിട്ടില്ല, മിസ്ല ഉസ്ലത്തിന്, ഏകാന്തത പോലെ. യദ്ഖുലു ബിഹാ, ആ ഏകാന്തത കൊണ്ട് അയാൾ പ്രവേശിക്കും, മൈദാന ഫിക്രത്തിൻ, ചിന്തയുടെ മൈതാനിയിൽ എന്ന് പറഞ്ഞാൽ ചിന്തയുടെ മണ്ഡലത്തിൽ അയാൾ പ്രവേശിക്കുന്ന. അപ്പൊ വീണ്ടും അണ്ടർലൈൻ ചെയ്യാണ്, ഏകാന്തയിൽ പോയിരുന്ന് കണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വേറെ ശൂലായ പിന്നെ ആ ഏകാന്തത എന്തില്ല, കാര്യമില്ല. ചിന്ത ഉണ്ടാവണം. അവിടെ പോയിരുന്നിട്ടും ഞാൻ അവിടെ പോയിരുന്നുകൊണ്ട് ദുനിയാവിന്റെ കാര്യം ചിന്തിക്കണമെങ്കിൽ ആ ചിന്ത കൊണ്ട് വല്ല കാര്യം കിട്ടുക, അവിടെ കാര്യമില്ല. അപ്പോൾ അതല്ല വേണ്ടിയ എന്ത് ചിന്ത, അള്ളാഹുവിലേക്ക് ഉത്തേജിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രചോദനമാക്കുന്ന ചിന്തകൾ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഒരു ഏകാന്തതയിലേക്ക് ഒരാൾക്ക് പോകാൻ കഴിഞ്ഞാൽ അയാളുടെ കൽബിനെ അയാൾക്ക് എന്ത് ചെയ്യാം, നന്നാക്കിയെടുക്കാം. അങ്ങനെ നന്നാക്കിയ കൽബമായി വന്നാൽ അതിങ്ങനെ എന്നും പ്രാക്ടീസ് ചെയ്ത് ആ കൽബ് എങ്ങനെ പ്യൂരിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കൽബേറ്റ് നമുക്ക് എവിടെയും സമീപിക്കാം, ഒരു പ്രശ്നമില്ല. ആ ഹൃദയം എവിടെ ഉണ്ടോ അവിടേക്ക് ഏതുണ്ടാവും, ഏകാന്തം. ഇനി കുറെ ആൾ കൂടിയിച്ചിട്ടും പ്രശ്നമില്ല, കുറെ ആൾ കുറഞ്ഞിട്ടും പ്രശ്നമില്ല, ആളുകൾ പുകഴ്ത്തിയിട്ടും പ്രശ്നമില്ല, ഇകഴ്ത്തിയിട്ടും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല, സോപ്പിട്ടാലും പ്രശ്നമില്ല. ഇനി ആളുകൾ കാണാൻ വേണ്ടി വേറെ എക്സ്ട്രാ വർക്ക് നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നമുക്കൊരു സജ്ജീകരിച്ച് ക്ലീനായ സെറ്റായ ഒരു ഹൃദയം നമുക്കുണ്ടായി. ആ സെറ്റായ ഹൃദയം ഉണ്ടാകാനുള്ള ഒരു ഏറ്റവും വലിയ ടിപ്സാണ് എന്ത്, ഒഴിഞ്ഞിരുന്ന് അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ.